കേരളത്തിൻ്റെ മുൻപിലുള്ള ഒരു കണ്ണീർ ഓർമ്മയാണ് ചൂരൽമല. പ്രധാനമന്ത്രി വന്ന് അദ്ദേഹം എല്ലാ സ്ഥലവും നേരിട്ട് കണ്ടതാണ്. പക്ഷേ ചൂരൽമലയ്ക്ക് ഇപ്പോഴും ഒരു കേന്ദ്ര പാക്കേജ് വിഹിതം വന്നിട്ടില്ല. ഇതിൽ പ്രത്യേകിച്ചും മാഷ് മലബാറിൽ നിന്നുള്ള ഒരാളാണ്. തൊട്ടടുത്ത പ്രദേശമാണ് മാഷുടെ, തൊട്ടടുത്ത ജില്ലയാണ് വയനാട്. മാഷുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു ഇതിലിപ്പോൾ? ഇടപെടൽ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു, ഏത് തരത്തിൽ എങ്ങനെ വേണം എന്നുള്ളത് അതിൻ്റെ സാധ്യത അറിഞ്ഞതിന് ശേഷമാണ്. ഇതിൽ നമുക്കെല്ലാം അറിയുന്നൊരു കാര്യം, ഒരു പക്ഷേ സംസ്ഥാന സർക്കാർ മറ്റുള്ളവരോട് വേണ്ട രീതിയിൽ വിശദീകരിക്കാത്തൊരു കാര്യം, 1350 കോടി രൂപ ദുരിതാശ്വാസ ഫണ്ടിൽ ഉണ്ടായിരിക്കെയാണ് ഈ ദുരന്തം സംഭവിക്കുന്നത്. അതിൽ 765 കോടി രൂപ ആ സമയത്ത് തന്നെ ചെലവഴിക്കാനുള്ള അനുവാദം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുമുണ്ട്. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ചൂരൽമല ദുരിതാശ്വാസത്തിന് കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് പണമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞുള്ള റിഹാബിലിറ്റേഷൻ, പുനരധിവാസം, അവിടെ ഒരു ടൗൺഷിപ്പ് പണിയാണ്. അതിലൊരു കേന്ദ്രത്തിന്റെ സംഭാവന ഉണ്ടാകേണ്ടതല്ലേ? ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ സഹായത്തിന് ഉതകുന്ന പദ്ധതി, ഏത് പദ്ധതിയും കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന മുറയ്ക്ക് അണപൈ കുറയാതെ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കും എന്ന കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതിന് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.